ചൈനയിൽ വെച്ച് അടുത്തിടെ ഒരു എയർ ഷോ നടന്നു, സുഹായ് എയർ ഷോ. അതിൽ Su-57 പങ്കെടുത്തു. റഷ്യയുടെ വിമാനം അവിടെ ചെന്ന് നന്നായി തന്നെ പെർഫോം ചെയ്യാൻ തുടങ്ങി. ചൈന പുതിയ പുതിയ ആയുധങ്ങൾ അവിടെ കാണിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവരുടെ 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അതിന്റെ ഒരു മോഡൽ. ചൈനയുടെ പക്കൽ J-20 എന്ന 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ട്. അതുപോലുള്ള മറ്റൊരു പുതിയ വിമാനം J-35 കൊണ്ടുവന്ന് വീണ്ടും അവിടെ നിർത്തുന്നു. എന്നിട്ട് അവർ പറയാൻ തുടങ്ങിയത്, ഇത് Su-57 വലിയൊരു വെല്ലുവിളിയാണ്. Su-57 ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും തള്ളി നിർത്താനുള്ള ഒരു വലിയ വിമാനം എന്നൊക്കെ വലിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ റഷ്യയുടെ പൈലറ്റുമാർ, പ്രത്യേകം പറയണമെങ്കിൽ റഷ്യ അവരുടെ Su-57 ആദ്യത്തെ എക്സ്പോർട്ടിംഗ് ഓർഡർ എടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള പല വിവരങ്ങൾ പുറത്തു പറയാൻ തുടങ്ങി. J-35 ഈ Su-57 അടുത്ത് പോലും വരാൻ കഴിയില്ല. അതിന്റെ മെനൂറബിലിറ്റി ആയാലും അല്ലെങ്കിൽ അതിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ ആയാലും ഇവയൊന്നിലും J-35 കൊണ്ട് Su-57 അടുക്കാൻ പോലും കഴിയില്ല എന്നുള്ള അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങി. അപ്പോ Su-57 വേഴ്സസ് J-35 ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. J-35 ഈ വിമാനത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ചെറുതായി ഒന്ന് അറിയാം. കാരണം അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതെ ടോപ്പിക്കിലേക്ക് പോകുന്നത് ശരിയല്ല. ചൈനയ്ക്കുള്ള 5ാം തലമുറ യുദ്ധവിമാനത്തെ തിരഞ്ഞെടുക്കാനുള്ള ടെൻഡർ അല്ലെങ്കിൽ ആ ഒരു ലേലം ആദ്യമായി ചൈനീസ് സർക്കാർ പുറത്തിറക്കി. അതിൽ 2 പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. ചെൻഡു എയ്റോസ്പേസ് കോർപ്പറേഷൻ, ഷെൻവാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ. ഇവർ 2 പേരുമാണ് പ്രധാനപ്പെട്ട മത്സരാർത്ഥികളായിരുന്നത്. അങ്ങനെ ഈ ലേലത്തിന്റെ അവസാനത്തിൽ ഡീൽ അവസാനിച്ചപ്പോൾ ചെൻഡു ആയിരുന്നു ആ ഡീൽ എടുത്തത്. എന്നിട്ട് നിർമ്മിച്ചതാണ് ഇപ്പോ ചൈനയുടെ ടോപ്പ് മോസ്റ്റ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ ചെൻഡു J-20. എന്നാൽ ഈ ലേലത്തിന് മുൻപൊക്കെ തന്നെ ചൈനയുടെ സെങ്വാങ് കോർപ്പറേഷൻ ഈ ഒരു വിമാനത്തെ പറക്കുന്നത് പോലുള്ള ഒരു കംപ്ലീറ്റ് മോഡലായി ക്രിയേറ്റ് ചെയ്തു. കൂടാതെ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് തന്നെ നിർമ്മിച്ചു കാണിച്ചു കൊടുത്തു. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് എന്നറിയില്ല, ചൈനയുടെ PLA എയർഫോഴ്സ്, പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ എയർഫോഴ്സ് J-20 തിരഞ്ഞെടുത്തു. ഇവരുടെ വിമാനത്തെ റിജക്ട് ചെയ്തു. അങ്ങനെ ഇത് റിജക്ട് ആയതിനു ശേഷം ആരും ഇതിനെക്കുറിച്ച് അധികമൊന്നും സംസാരിച്ചില്ല. FC-31 എന്ന കോഡ് നെയിമോടുകൂടി വീണ്ടും ഈ ഒരു വിമാനം വരുന്നത് വരെ ആരും ഇതിനെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല. ഷെങ്വാങ് കോർപ്പറേഷൻ വളരെ രഹസ്യമായി ഈ ഒരു വിമാനത്തെ നിർമ്മിക്കുകയും ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവർത്തിക്കാനും തുടങ്ങി. കാരണം പല ബില്യൺ പ്രോജക്റ്റ് ആണിത്, ഈ വിമാനത്തെ നിർമ്മിക്കുക എന്നുള്ളത്. അതും ഇതിനെ കരിയർ ബേസ്ഡ് ഫൈറ്റർ ജെറ്റ് ആയിട്ടാണ് ആദ്യം നിർമ്മിച്ചത്. ഇതിന്റെ ഫ്രണ്ട് ലാൻഡിംഗ് നോസ് ഗിയർ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഡുവൽ വീൽ മെക്കാനിസം ഉണ്ട്. അടിസ്ഥാനപരമായി വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും അയക്കുന്ന വിമാനങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയൊരു സംവിധാനം വരികയുള്ളൂ. അങ്ങനെ ഈ ഒരു വിമാനത്തെ നിർമ്മിച്ച കമ്പനി ഇതിനെ പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഒരു ലൈസൻസ് വാങ്ങുകയും പുറം രാജ്യങ്ങൾക്ക് തന്നെ വില കുറഞ്ഞ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായി നൽകാം എന്നതിനു വേണ്ടി അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. എന്നാൽ ഇതിൽ ഒരു വലിയ വഴിത്തിരിവ് സംഭവിച്ചത് എവിടെയാണെന്ന് അറിയണ്ടേ? വീണ്ടും ഒരു തവണ കൂടെ അവർ ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. J-20 എന്നത് വേരിയന്റ് ഫ്ലൈറ്റ് ആണ്, പുറത്തൊരിക്കലും അവർ നൽകില്ല. പകരം എക്സ്പോർട്ട് വേരിയന്റ് വേണം. ഒരു രാജ്യം ഒരു 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചു എന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റെൽത്ത് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന രീതിയിൽ സമാനമായ മറ്റൊരു വിമാനം നിർമ്മിക്കും. അതിനെയായിരിക്കും എക്സ്പോർട്ട് വേരിയന്റ് ആക്കുക. അങ്ങനെ ഒരു വിമാനത്തിന്റെ ടെൻഡർ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ വിമാനത്തെ ചൈനയുടെ ഗവൺമെന്റിന് കാണിച്ചു കൊടുക്കാം. ആ സമയം അവർക്കൊരിക്കലും ഇതിനെ നിരസിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം വലിയ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അങ്ങനെ വീണ്ടും ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് FC-31 എന്ന പേരോടുകൂടി ചൈനയുടെ സർക്കാരിന് മുന്നിൽ ഈ ഒരു വിമാനത്തെ കൊണ്ടുവന്ന് നിർത്തി. ഇതിന്റെ ഫങ്ഷൻസ് കണ്ട് അല്ലെങ്കിൽ ഇതിന്റെ കഴിവ് കണ്ട് ചൈന സർക്കാരിന് വലിയ മതിപ്പ് തോന്നി. അതിന്റെ സ്വഭാവ സവിശേഷതകൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് ഒരു പുതിയ വിമാനമായി ഇറക്കി. അതാണ് J-35, കോഡ് നെയിം FC-31. അങ്ങനെ ഈ ഒരു വിമാനം നിർമ്മാണത്തിലേക്ക് പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് ചൈനയുടെ നാവികസേനയിലും വ്യോമസേനയിലും ചേർക്കപ്പെടും എന്നും പറയുന്നു. ഇതിനകം തന്നെ ചൈനയുടെ ചില വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും ഇതിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ പല ഇമേജസ് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇനി Su-57 ഇതെങ്ങനെ ഒരു വെല്ലുവിളിയായി മാറും? കാരണം ഈ പൈലറ്റുമാരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനാൽ നമ്മൾ ഇതിനെ താരതമ്യം ചെയ്തേ മതിയാവുകയുള്ളൂ. ആദ്യം Su-57 സംബന്ധിച്ച്
റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനം ഇപ്പോ അവരുടെ പക്കൽ ആക്റ്റീവായിട്ടുള്ളത്. ഇതിന്റെ ആദ്യ ഫ്ലൈറ്റ് 2010 ഉണ്ടായത്. അതിനടുത്ത് ഏകദേശം 9 വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ വിമാനം റഷ്യൻ വ്യോമസേനയിൽ ചേർത്തത്. അങ്ങനെ ഉൽപാദനം അനുസരിച്ച് നോക്കിയാൽ ഒരുപാട് വിവാദമുണ്ടായ ഒരു വിമാനമായിരുന്നു. ഈ ഒരു വിമാനത്തിന്റെ പ്രോജക്റ്റിൽ ആദ്യം ഇന്ത്യ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റെൽത്തിന്റെ ചില പ്രശ്നങ്ങൾ കാരണവും പ്രതീക്ഷിച്ച ബഡ്ജറ്റിൽ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവർ ആ വിമാനത്തിൽ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ട് ഇന്ത്യ ആ പ്രോജക്റ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നു. പിന്നീട് റഷ്യ തന്നെ അവരുടെ ഓൺ ഫണ്ടിങ്ങിൽ ആ ഒരു വിമാനം നിർമ്മിച്ചു. അതിനാൽ Su-57 കുറിച്ച് സംസാരിച്ചാൽ തന്നെ അതിൽ ഒരുപാട് വിവാദമുണ്ട്. ഇനി മറ്റൊരു ഭാഗത്തുള്ള J-35 കുറിച്ചും നമ്മൾ അറിഞ്ഞു. ഇനി ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ സംബന്ധിച്ച് F-35ഉം Su-57ഉം ചേർത്ത് വെച്ചാൽ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് ഈ J-35 ഉണ്ടാവുക. J-20 തന്നെ പുറമേ നിന്ന് നോക്കിയാൽ ഇതെന്താ അമേരിക്കയുടെ യുദ്ധവിമാനം ചൈനയുടെ ബേസിൽ നിൽക്കുന്നത്, അങ്ങനെ ഒരു ചിന്തയായിരിക്കും വരുന്നത്. അപ്പോ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയാൽ ഇവ രണ്ടിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും Su-57 J-35നെ ഓവർടാക്ക് ചെയ്യുക? കാരണം രണ്ടും 5ാം തലമുറ യുദ്ധവിമാനമാണ്. ഇതിനുവേണ്ടി ചില പ്രത്യേക ദൗത്യങ്ങളുമുണ്ട്. ഈ എയർ ഷോയിൽ പങ്കെടുത്ത പൈലറ്റ്സ്മാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് Su-57നെ സംബന്ധിച്ച് ആദ്യം ഉണ്ടായിരുന്ന വിമാനങ്ങളെക്കാൾ ഇപ്പോഴുള്ള വേരിയന്റ് ഒരു ടോപ്പ് ക്ലാസ് ഫൈറ്ററായി മാറും. സാധാരണ ഒരു എയർ ഷോയിലേക്ക് ഒരു വിമാനം എടുത്തുകൊണ്ടു പോകുമ്പോൾ അതിന്റെ ഫുൾ പെർഫോമൻസ് കാണിക്കാൻ ആ രാജ്യത്തിന്റെ സർക്കാർ അനുവദിക്കില്ല. ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ആ പൈലറ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ അതിന്റെ ഫുൾ പെർഫോമൻസ് കാണിക്കാൻ ആ രാജ്യത്തിന്റെ സർക്കാർ സമ്മതിക്കില്ല. അത് ചൈനയായാലും മറ്റേത് രാജ്യമായാലും. എന്റെ പക്കൽ ഇത്രത്തോളം ആയുധങ്ങളുണ്ട്, ഇതിന്റെ ഫങ്ഷൻസ് എല്ലാം ഇങ്ങനെയാണ്, ഇതിന്റെ എബിലിറ്റി ഇത്രത്തോളം ഉണ്ടാകും. ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാൻ, ആയുധങ്ങളെ വിൽക്കാൻ വേണ്ടിയാണ് കൂടുതൽ എയർ ഷോസും ലോകം മുഴുവനും നടത്തുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആ രാജ്യത്തിന്റെ ഉൽപാദനത്തെക്കാൾ പെർഫോമൻസ് മറ്റാരും കാണിക്കാൻ പാടില്ല എന്ന കണ്ടീഷൻ എല്ലാ രാജ്യവും നൽകും. അത് തന്നെയാണ് Su-57ഉം നൽകിയത്. പ്രധാനമായി ചില പാരാമീറ്റേഴ്സ് നൽകി. അതും Su-57ന്റെ എഞ്ചിനൊക്കെ നോക്കിയാൽ എല്ലാം ത്രസ്റ്റ് വെക്ടേഴ്സ് എഞ്ചിൻസ് ആണ്. കോബ്ര ഫ്ലിപ്പ് എന്ന് പറയുന്ന മെനുവേഴ്സ് എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന വിമാനമാണ് Su-57. ഇതിലൊക്കെ ആ ഗവൺമെന്റ് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ ഒരു ആംഗിളിന് ശേഷം ഈ ഒരു വിമാനത്തെ നിങ്ങൾ ഒരിക്കലും തിരിക്കാൻ പാടില്ല, റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല, നോസ് ഡൈവിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള പല റെസ്ട്രിക്ഷൻസ് Su-57 ചൈന നൽകി. ഇത് എല്ലാ രാജ്യത്തിലും നടക്കുന്ന കാര്യമാണ്. ഇതിനെ ചൈനയെ കുറ്റം പറയാനും സാധിക്കില്ല. എന്നാൽ ഇത്രയും മാനദണ്ഡങ്ങൾ നൽകിയിട്ട് കൂടിയും Su-57ന്റെ പെർഫോമൻസ് മികച്ചതായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത്ര അതിന്റെ ത്രസ്റ്റ് വെക്ടർ ആയാലും അതിന്റെ മെനുവേഴ്സ് ആയാലും വളരെ അധികമായിട്ടുണ്ട്. ഒരു പൂർണ്ണ പാക്കേജായി ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരു കണ്ടീഷനിലാണ് Su-57 ഉള്ളത്. എന്നാൽ അതേസമയം സമാന്തരമായി J-35നെ നോക്കിയാൽ ആ വിമാനത്തെ കൊണ്ട് Su-57നുമായി ഇത്രത്തോളം ത്രസ്റ്റ് വെക്ടറിംഗ് ചെയ്യാൻ സാധിക്കില്ല. ആയുധങ്ങൾ അതിന്റെ ആവശ്യകത അനുസരിച്ച് അതിനുള്ളിൽ വച്ചിരുന്നാലും ഈ ത്രസ്റ്റ് വെക്ടറിംഗ് മെനുവറിംഗിൽ J-35നെ കൊണ്ട് Su-57ന്റെ അടുത്ത് പോലും വരാൻ കഴിയില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇതെത്രയും പെട്ടെന്ന് മനസ്സിലാക്കും. അതിന്റെ ഒരു തുടക്കമായാണ് ഇപ്പോ ആദ്യത്തെ Su-57 എക്സ്പേർട്ട് ഓർഡർ റഷ്യക്ക് ലഭിച്ചിരിക്കുന്നത് എന്നും പറയാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. ചെറിയൊരു വിവരണം നൽകിയാൽ Su-57 ആദ്യമായി കയറ്റുമതി ഓർഡർ സൈൻ ആയിട്ടുണ്ട്. ഇതാ കമ്പനിയും സമ്മതിച്ചു. റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും ആദ്യത്തെ അനൗൺസ്മെന്റ് നൽകി. എന്നാൽ ആ ബയ്യർ ആരാണെന്ന് അറിയില്ല. അൾജീരിയ ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അൾജീരിയ ആണെങ്കിൽ ആ മേഖലയിൽ പവർ ബാലൻസ് മാറ്റാൻ കഴിവുള്ള ഒരു വലിയ നീക്കമായി ഇതിനെ കാണുന്നു. എന്നാൽ ഇവിടെ വരുന്നൊരു സംശയം, അത് അൾജീരിയ തന്നെ ആയിരിക്കണമെന്ന ആവശ്യമില്ല. ഇതിനകം തുർക്കി Su-57ൽ താല്പര്യമുണ്ടായിരുന്നു. S-400 ഞങ്ങൾ വാങ്ങി. ഇനി നിങ്ങൾ Su-57ഉം നൽകുകയാണെങ്കിൽ ഇവ രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഡിഫൻസീവ് ഒഫൻസീവ് ഓപ്പറേഷൻ ഉപയോഗിക്കുമെന്നുള്ള ഒരു വാദം അവർ ആദ്യമേ നടത്തിയിരുന്നു. പറയാൻ കഴിയില്ല, ഒരുപക്ഷെ ഇന്ത്യയും ആയിരിക്കാം. നമ്മൾ നമ്മുടെ AMCA പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് വരാൻ കാലതാമസം എടുക്കും. നമ്മൾ മറ്റു രാജ്യങ്ങളുടെ പക്കൽ നിന്നും ഒരു വിമാനം വാങ്ങുന്ന പണം ഉപയോഗിച്ച് ഒരു 4th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് വാങ്ങുന്ന പണം വെച്ചുകൊണ്ട് തന്നെ Su-57 വാങ്ങാൻ സാധിക്കും. ഒരു പക്ഷെ ആ ബയ്യർ ഇന്ത്യയാണെങ്കിൽ അത് വീണ്ടും ഒരു ബോണസായി ഇന്ത്യക്ക് മാറും.
ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും J35 വേഴ്സസ് SU57 ഈ ബാറ്റിൽ ആരായിരിക്കും വിജയിക്കുക? അൺനോൺ ബയർ അത് ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.